മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിപ്പിക്കുന്ന എം.കോം പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ സെമസ്റ്ററിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റായ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, അതിലെ മൂന്നാമത്തെ ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഫോർ അണ്ടർ റൈറ്റേഴ്സാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ലഭിക്കണമെങ്കിൽ അവർക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ എൻഷുർ ചെയ്തിരിക്കണം. അതായത് പൊതുജനങ്ങൾക്ക് അവർ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആയാലും ഡിബഞ്ചേഴ്സ് ആയാലും അതിൽ ഏറ്റവും കുറഞ്ഞത് ഇത്ര ശതമാനം ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ ജനറൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ലഭിക്കുകയുള്ളൂ. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ലഭിച്ചാൽ മാത്രമാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്ക് ആ ഷെയർ ഇഷ്യൂമായിട്ടും അതേപോലെ തന്നെ ആ ബിസിനസ്സിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ അവർ ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ ജനറൽ പബ്ലിക്കിന്, അതായത് പൊതുജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടി അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് അണ്ടർ റൈറ്റിംഗ്. അണ്ടർ റൈറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കമ്പനി അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായിട്ടോ ഒരു എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ അവർ ഏർപ്പെടുന്നു. ഈ ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് അനുസരിച്ച് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ജനറൽ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന ഷെയറുകളും ഡിബഞ്ചറുകളും അതിൽ ജനറൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഷെയറുകളും ഡിബഞ്ചറുകളും മുഴുവനും ഈ അണ്ടർ റൈറ്റേഴ്സ് ടേക്കപ്പ് ചെയ്തുകൊള്ളാം, അവർ വാങ്ങിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അണ്ടർ റൈറ്റേഴ്സ് കമ്പനിയും തമ്മിൽ ഏർപ്പെടുന്ന ആ ഒരു കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റിനെയാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. പബ്ലിക് കമ്പനികൾ ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ ജനറൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നു. ആ സമയത്ത് ജനറൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ലെങ്കിൽ ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ ജനറൽ പബ്ലിക് വാങ്ങാത്തതായിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ മിച്ചം വരുന്ന ഷെയറുകളും ഡിബഞ്ചറുകളും മുഴുവനും ഈ പറയുന്ന അണ്ടർ റൈറ്റേഴ്സ് അവർ വാങ്ങിച്ചുകൊള്ളും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കമ്പനിയും അണ്ടർ റൈറ്റേഴ്സും തമ്മിൽ ഏർപ്പെടുന്ന ആ ഒരു എഗ്രിമെൻറ്റിനെ ആണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് പകരമായിട്ട് അണ്ടർ റൈറ്റർ ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ അവരുടെ ഫീസായിട്ട് വാങ്ങാറുണ്ട്. സാധാരണ രീതിയിൽ ഇത് ഷെയറുകളുടെയും അല്ലെങ്കിൽ ഡിബഞ്ചറുകളുടെയും ഇഷ്യൂ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് അണ്ടർ റൈറ്ററുടെ കമ്മീഷൻ സാധാരണ രീതിയിൽ കണക്കാക്കുന്നത്. അണ്ടർ റൈറ്റിങ്ങിൽ ഏർപ്പെടുന്നതുകൊണ്ട് കമ്പനിക്ക് ഉള്ള പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കമ്പനി ജനറൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്ന ഷെയറുകളോ ഡിബഞ്ചറുകളോ അത് ജനറൽ പബ്ലിക്ക് വാങ്ങുന്നില്ല എങ്കിൽ ആ മിച്ചം വരുന്ന ഷെയറുകളും ഡിബഞ്ചറുകളും മുഴുവനും അണ്ടർ റൈറ്റേഴ്സ് വാങ്ങിച്ചുകൊള്ളും. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ പൂർണ്ണമായിട്ടും ഉറപ്പാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അണ്ടർ റൈറ്റിംഗ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ബെനിഫിറ്റ്. ഈ പറയുന്ന ഷെയറുകൾ അല്ലെങ്കിൽ
ഡിബഞ്ചറുകൾ അണ്ടർ റൈറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ. അത് ഒന്നുകിൽ സിംഗിൾ ഇൻഡിവിജ്വൽ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളും ആകാം. അവരെയാണ് നമ്മൾ അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ അണ്ടർ റൈറ്റേഴ്സ് വേണമെങ്കിൽ വ്യക്തികളാകാം, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമുകളാകാം, അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ വേണമെങ്കിലും ആകാം. ഈ പറയുന്ന 3 തരത്തിലുള്ള ആർക്ക് വേണമെങ്കിലും അണ്ടർ റൈറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കാവുന്നതാണ്. സാധാരണ രീതിയിൽ ഒരു കമ്പനി ഷെയറുകളോ അല്ലെങ്കിൽ ഡിബഞ്ചറുകളോ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് അണ്ടർ റൈറ്റിങ്ങിന് വിധേയമാക്കുന്നത് 2 അതിൽ അധികമോ ഫേമുകൾ ചേർന്നായിരിക്കും. അല്ലാതെ ഒരു സിംഗിൾ അണ്ടർ റൈറ്റർ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആയിരിക്കില്ല. സാധാരണ രീതിയിൽ ഒരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് അണ്ടർ റിട്ടേൺ ചെയ്യുന്നത് സാധാരണ രീതിയിൽ 2 അതിൽ അധികമോ ഫേമുകൾ ചേർന്നായിരിക്കും ഒരു കമ്പനി ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് അണ്ടർ റൈറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന സേവനം നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള സ്ഥാപനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിനു വേണ്ടി ഗവൺമെൻറ് തന്നെ ചില സ്ഥാപനങ്ങൾ, ചില സ്പെഷ്യലൈസ്ഡ് സ്ഥാപനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ICICI, അതേപോലെ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IFCI, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ UTI തുടങ്ങിയ സ്പെഷ്യലൈസ്ഡ് സ്ഥാപനങ്ങൾ അണ്ടർ റൈറ്റിംഗ് സേവനം നമ്മുടെ രാജ്യത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള ചില ദേശസാൽകൃത ബാങ്കുകളും അണ്ടർ റൈറ്റിംഗ് സേവനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അണ്ടർ റൈറ്റിംഗ് സേവനം ആർക്ക് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. വേണമെങ്കിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന് വേണമെങ്കിൽ ആകാം, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിനാകാം, അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്പെഷ്യലൈസ്ഡ് സ്ഥാപനങ്ങൾക്കോ ആർക്ക് വേണമെങ്കിലും അണ്ടർ റൈറ്ററായിട്ട് പ്രവർത്തിക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള അണ്ടർ റൈറ്റിംഗ് ഉണ്ട് എന്നാണ്. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള അണ്ടർ റൈറ്റിംഗ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ തരത്തിലുള്ള അണ്ടർ റൈറ്റിംഗ് ആണ് കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന മുഴുവൻ ഷെയറുകളോ അല്ലെങ്കിൽ മുഴുവൻ ഡിബഞ്ചറുകളും അണ്ടർ റൈറ്റിങ്ങിന് വിധേയമാക്കിയാൽ അതിനെയാണ് കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ് അനുസരിച്ച് ഒരു കമ്പനി പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന മുഴുവൻ ഷെയറുകളും അല്ലെങ്കിൽ മുഴുവൻ ഡിബഞ്ചറുകളും അണ്ടർ റിട്ടേൺ വിധേയമാക്കുന്നു. അത് അണ്ടർ റൈറ്റ് ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ മുഴുവൻ വേണമെങ്കിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന് വേണമെങ്കിൽ അത് അണ്ടർ റൈറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് തന്നെ വേണമെങ്കിൽ അണ്ടർ റൈറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫേമുകൾക്കോ വേണമെങ്കിലും ഈ കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ജോലി ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ് അതൊരു സിംഗിൾ ഇൻഡിവിജ്വലിന് വേണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണമെങ്കിലും അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന സേവനം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങൾക്കോ
അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫേമുകൾക്കോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ വേണമെങ്കിലും ഈ പറയുന്ന കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന സേവനം പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ തരത്തിലുള്ള അണ്ടർ റൈറ്റിംഗ് ആണ് പാർഷ്യൽ അണ്ടർ റൈറ്റിംഗ്. അതും എന്താണെന്ന് ഇതിൻ്റെ പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളോ ഡിബഞ്ചറുകളോ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രം അണ്ടർ റൈറ്റിങ്ങിന് വിധേയമാക്കിയാൽ അതിനെയാണ് പാർഷ്യൽ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് അനുസരിച്ച് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന മുഴുവൻ ഷെയറുകളും അണ്ടർ റൈറ്റിങ്ങിന് വിധേയമാക്കുന്നില്ല. അവർ ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളുടെയോ ഡിബഞ്ചറുകളുടെയോ ഒരു ഭാഗം, ഒരു പാർട്ട് മാത്രമാണ് അണ്ടർ റൈറ്റിങ്ങിന് വിധേയമാക്കുന്നുള്ളൂ. അല്ലാതെ മുഴുവൻ ഷെയറുകളും അല്ലെങ്കിൽ ഡിബഞ്ചറുകളും അണ്ടർ റൈറ്റിങ്ങിന് വിധേയമാക്കുന്നില്ല. ഇതും തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷനോ വേണമെങ്കിൽ പാർഷ്യൽ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന സേവനം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങൾക്കോ ഒന്നിൽ കൂടുതൽ ഫേമുകൾക്കോ ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ വേണമെങ്കിലും പാർഷ്യൽ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന സേവനം ചെയ്ത് കൊടുക്കാവുന്നതാണ്. മൂന്നാമത്തെ തരത്തിലുള്ള അണ്ടർ റൈറ്റിംഗ് ആണ് ഫേം അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഫേം അണ്ടർ റൈറ്റിംഗ് എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് ഒരു നിശ്ചിത എണ്ണം അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ വാങ്ങാമെന്ന് അണ്ടർ റൈറ്റർ നേരത്തെ തന്നെ സമ്മതിച്ചിട്ടുണ്ടാകും. അതിനു പുറമെ ഒരു നിശ്ചിത എണ്ണം ഷെയറുകളോ അല്ലെങ്കിൽ ഡിബഞ്ചറുകളോ കൂടി വാങ്ങിച്ചുകൊള്ളാം എന്ന് അണ്ടർ റൈറ്റർ സമ്മതിച്ച് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടാൽ അതിനെയാണ് ഫേം അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. സാധാരണ അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റ് അനുസരിച്ച് ഇത്ര ഷെയറുകൾ അല്ലെങ്കിൽ ഇത്ര ഡിബഞ്ചറുകൾ വാങ്ങിച്ചു കൊള്ളാം എന്നൊരു എഗ്രിമെൻറ്റ് അണ്ടർ റൈറ്ററും കമ്പനിയും തമ്മിൽ ആദ്യമേ തന്നെ ഉണ്ടാകും. അതുകൂടാതെ അതിന് പുറമെ ഒരു നിശ്ചിത എണ്ണം ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ കൂടി വാങ്ങിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അണ്ടർ റൈറ്റർ സമ്മതിച്ചാൽ അതിനാണ് ഫേം അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഫേം അണ്ടർ റൈറ്റിങ്ങിനുള്ള പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്താണ് എന്ന് വെച്ചാൽ, കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളോ അല്ലെങ്കിൽ ഡിബഞ്ചറുകളോ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാകുന്ന പക്ഷം ജനറൽ പബ്ലിക്കിനേക്കാൾ മുൻഗണന അണ്ടർ റൈറ്റേഴ്സിന് കിട്ടും. അതായത് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനേക്കാൾ കൂടുതൽ അപേക്ഷകൾ ആ ഷെയറിന് വേണ്ടി പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും ലഭിച്ചാൽ ആദ്യം അണ്ടർ റൈറ്റേഴ്സിന് കൊടുത്തതിന് അല്ലെങ്കിൽ ആദ്യം അണ്ടർ റൈറ്റേഴ്സിന് പരിഗണിച്ചതിന് ശേഷമായിരിക്കും ജനറൽ പബ്ലിക്കിനെ പരിഗണിക്കുകയുള്ളൂ. ആദ്യം അണ്ടർ റൈറ്റേഴ്സിന് ഷെയറുകൾ കൊടുത്തതിന് ശേഷമായിരിക്കും പിന്നീട് ജനറൽ പബ്ലിക്കിന് ഷെയറുകൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രിഫറൻസ് ഫേം അണ്ടർ റൈറ്റിങ്ങിലൂടെ അണ്ടർ റൈറ്റേഴ്സിന് കിട്ടുന്നുണ്ട്. ഇവിടെ ഷെയറുകളുടെ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായാൽ പോലും അണ്ടർ റൈറ്റേഴ്സ് അവർ ഏറ്റെടുക്കാമെന്ന് പറയുന്ന ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ അവർ അത് നിർബന്ധമായിട്ടും ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ ഒരു ഉത്തരവാദിത്തം നിന്നും അവർക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കില്ല. ഷെയറുകളുടെ ഓവർ സബ്സ്ക്രിപ്ഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതി അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ഷെയറുകളുടെ അല്ലെങ്കിൽ ഡിബഞ്ചറുകളുടെ എണ്ണം
അല്ലെങ്കിൽ ആ ഷെയറുകൾ അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ അത് അവർ നിർബന്ധമായിട്ടും ഏറ്റെടുത്തിരിക്കണം. ഓവർ സബ്സ്ക്രിപ്ഷൻ അവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാങ്ങാം അല്ലെങ്കിൽ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ അതവർക്ക് വാങ്ങാതിരിക്കാനായിട്ട് സാധിക്കില്ല. അവർ നിർബന്ധമായിട്ടും അവർ വാങ്ങാം എന്ന് പറഞ്ഞ ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ അതവർ നിർബന്ധമായിട്ടും വാങ്ങിച്ചിരിക്കണം, ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായാൽ തന്നെയും. അവസാനത്തെ തരത്തിലുള്ള അണ്ടർ റൈറ്റിംഗ് ആണ് പാർഷ്യൽ അണ്ടർ റൈറ്റിംഗ് എലോങ് വിത്ത് ഫേം അണ്ടർ റൈറ്റിംഗ്. ഈ നാലാമത്തെ തരത്തിലുള്ള അണ്ടർ റൈറ്റിംഗ് മെത്തേഡ് അനുസരിച്ച് ഈ അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അണ്ടർ റൈറ്ററിന് ഫേം അണ്ടർ റൈറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ് ഒരു കാരണവശാലും കിട്ടുകയില്ല. അപ്പോൾ പാർഷ്യൽ അണ്ടർ റൈറ്റിംഗ് എലോങ് വിത്ത് ഫേം അണ്ടർ റൈറ്റിങ്ങിലുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാലാമത്തെ തരത്തിലുള്ള അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ അണ്ടർ റൈറ്ററിന് ഫേം അണ്ടർ റൈറ്റിങ്ങിൻ്റെ ആനുകൂല്യങ്ങൾ ഒരു കാരണവശാലും കിട്ടുകയില്ല. അങ്ങനെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അക്കാര്യം പ്രത്യേകമായിട്ട് അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കണം. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഒരു കാരണവശാലും ഒരു ഇൻഡിവിജ്വൽ അണ്ടർ റൈറ്ററിന് ഒരു കാരണവശാലും ഫേം അണ്ടർ റൈറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയില്ല. ഫേം അണ്ടർ റൈറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഷെയറുകളുടെ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ജനറൽ പബ്ലിക്കിനേക്കാൾ മുൻഗണന കമ്പനി കൊടുക്കുന്നത് അണ്ടർ റൈറ്റേഴ്സിന് ആയിരിക്കും. അണ്ടർ റൈറ്റേഴ്സിന് ഷെയറുകൾ കൊടുത്തതിന് ശേഷമായിരിക്കും ജനറൽ പബ്ലിക്കിന് ഷെയറുകൾ കൊടുക്കാനായിട്ട് കമ്പനി പരിഗണിക്കുകയുള്ളൂ. ആ ഒരു പ്രിഫറൻസ്, ആ ഒരു മുൻഗണന ഇൻഡിവിജ്വൽ അണ്ടർ റൈറ്ററിന് ഈ നാലാമത്തെ തരത്തിലുള്ള പാർഷ്യൽ അണ്ടർ റൈറ്റിംഗ് എലോങ് വിത്ത് ഫേം അണ്ടർ റൈറ്റിംഗ് എന്ന തരത്തിലുള്ള അണ്ടർ റൈറ്റിങ്ങിൽ കിട്ടുകയില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ അക്കാര്യം പ്രത്യേകമായിട്ട് അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കണം. അങ്ങനെ പറയാത്തിടത്തോളം കാലം ഇൻഡിവിജ്വൽ അണ്ടർ റൈറ്ററിന് ഫേം അണ്ടർ റൈറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ് ഒരു കാരണവശാലും പാർഷ്യൽ അണ്ടർ റൈറ്റിംഗ് എലോങ് വിത്ത് ഫേം അണ്ടർ റൈറ്റിംഗ് എന്നുള്ള ആ ഒരു അണ്ടർ റൈറ്റിംഗ് ടൈപ്പിൽ ഒരു കാരണവശാലും അവർക്ക് കിട്ടുകയില്ല. ഇത്രയുമാണ് അണ്ടർ റൈറ്റിങ്ങിൻ്റെ മീനിങ്ങും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അണ്ടർ റൈറ്റിംഗ്.